വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം ഫോർത്ത് സെമസ്റ്റർ ഫാർമക്കോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ ഇവാലുവേഷൻ എന്ന പോർഷനിൽ കണ്ടിന്യൂവേഷൻ ആണ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗാനോലെപ്റ്റിക് ആൻഡ് ഫിസിക്കൽ ഇവാലുവേഷൻ നോക്കിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ കെമിക്കൽ ഇവാലുവേഷൻ ആണ് നോക്കുന്നത്. എന്താണ് കെമിക്കൽ ഇവാലുവേഷൻ? കെമിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഐസൊലേഷൻ, പ്യൂരിഫിക്കേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ഇതൊക്കെ ഇൻവോൾവ് ചെയ്യുന്നതാണ് കെമിക്കൽ ഇവാലുവേഷൻ. അതായത് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിന് കെമിക്കൽ പ്രോസസ്സ് വഴി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ കെമിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുക. ഇനി ഇതിൻ്റെ കോമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റ്, കെമിക്കൽ എസ്സേ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റൽ അനാലിസിസ്. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസ് ലൈക്ക് ആൽക്കലോയിഡ്, ഗ്ലൈക്കോസൈഡ്, സ്റ്റാനിൻസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാളിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റ്. ക്വാണ്ടിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് വാല്യൂസ് റിലേറ്റഡ് ടു കെമിക്കൽ കോമ്പോസിഷൻ, അതായത് ആസിഡ് വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ, എസ്റ്റർ വാല്യൂ, അസറ്റൽ വാല്യൂ, റെസിൻ വാല്യൂ ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കെമിക്കൽ അസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കലോയിഡ്, റെസിൻ, വോളറ്റൈൽ ഓയിൽ, ഗ്ലൈക്കോസൈഡ്സ്, വൈറ്റമിൻസ് പോലെയുള്ള ആക്റ്റീവ് കോമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെമിക്കൽ അസേ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇൻസ്ട്രുമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഗ്രൂപ്പ്സ് ഓഫ് ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസിനെ അനലൈസ് ചെയ്യുക യൂസിങ് ക്രൊമാറ്റോഗ്രഫിക് ആൻഡ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ്. അതിൽ ക്രൊമാറ്റോഗ്രഫിക് മെത്തേഡ്സ് ആണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി, ഹൈ പെർഫോമൻസ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി, കോളം ക്രൊമാറ്റോഗ്രഫി. സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് ആണ് യു വി ആൻഡ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, മാസ് സ്പെക്ട്രോസ്കോപ്പി, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്വാളിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റ് നോക്കാം. അതിൽ ആദ്യം തന്നെ ആൽക്കലോയിഡ്സിൻ്റെ ടെസ്റ്റാണ് നോക്കുന്നത്. ടെസ്റ്റ് ഫോർ ആൽക്കലോയിഡ്സിൻ്റെ ടെസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അക്വസ് ആൽക്കഹോളിക് എക്സ്ട്രാക്റ്റിനെയും ക്ലോറോഫോം എക്സ്ട്രാക്റ്റിനെയും ഇവാപ്പറേറ്റ് ചെയ്യുക സെപ്പറേറ്റ്ലി. നമുക്ക് എന്ത് ചെയ്യും? റെസിഡ്യൂ ഫോം ചെയ്യും. അതിലോട്ട് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക ഓരോ റെസിഡ്യൂയിലേക്കും. അങ്ങനെ സൊല്യൂഷനെ ഫിൽട്ടർ ചെയ്യുക. എന്നിട്ട് ആ ഫിൽട്രേറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി വരുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് ടെസ്റ്റാണ് മേയേഴ്സ് റിയേജൻറ്റ് ടെസ്റ്റ്. മേയേഴ്സ് റിയേജൻറ്റ് ആഡ് ചെയ്യുക. മേയേഴ്സ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം മെർക്കുറിക് അയഡൈഡ് സൊല്യൂഷനാണ്. നമുക്കൊരു ക്രീം കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. വാഗനേഴ്സ് റിയേജൻറ്റ് ടെസ്റ്റ് ഉണ്ട്. വാഗനേഴ്സ് റിയേജൻറ്റ് ആഡ് ചെയ്യുക. വാഗനേഴ്സ് റിയേജൻറ്റ് ആണ് പൊട്ടാസ്യം ട്രൈ അയഡൈഡ് സൊല്യൂഷൻ. റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അടുത്ത ഡ്രാഗൺ ഡ്രോപ്പ് ടെസ്റ്റ് ആണ്. ഡ്രാഗൺ ഡ്രോപ്പ് ടെസ്റ്റ് നമ്മൾ ഡ്രാഗൺ ഡ്രോപ്പ് റിയേജൻ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൊട്ടാസ്യം ബിസ്മത്ത് അയഡൈഡ് സൊല്യൂഷൻ ആണ്. റെഡിഷ് ബ്രൗൺ ഓർ ഓറഞ്ച് റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഹാഗേഴ്സ് റിയേജൻറ്റ് ടെസ്റ്റിന് ഹാഗേഴ്സ് റിയേജൻറ്റ് ആഡ് ചെയ്യും. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് പിക്രിക് ആസിഡ് യെല്ലോ കളേർഡ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഇതാണ് ടെസ്റ്റ് ഫോർ ആൽക്കലോയിഡ്സ്. അടുത്ത ടെസ്റ്റ് ഫോർ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ത്രാക്യുനോൺ, ഡിഫറെൻറ്റ് ടൈപ്സ് ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടെസ്റ്റ് ഫോർ ആന്ത്രാക്യുനോൺ ഗ്ലൈക്കോസൈഡ്സ് ആണ്. അതിൻ്റെ ടെസ്റ്റാണ് മോഡിഫൈഡ് ബോൺ ട്രാഗേഴ്സ് ടെസ്റ്റ്. 5 ml എക്സ്ട്രാക്റ്റിലോട്ട് 5 ml 5% ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. 5 ml ഡൈലൂട്ട് HCl ആഡ് ചെയ്യുക. അതിനുശേഷം വാട്ടർ ബാത്തിൽ വെച്ചിട്ട് ഈ ഒരു മിക്സ്ചറിനെ 5 മിനിറ്റ് ഹീറ്റ് ചെയ്യുക, കൂൾ ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക. ഫിൽട്രേറ്റിനെ ബെൻസീൻ വെച്ച് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് ബെൻസീൻ ലെയറിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈക്വൽ എമൗണ്ട് ഡൈലൂട്ട് അമോണിയ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പിങ്കിഷ് റെഡ് കളർ അപ്പിയർ ചെയ്യും അമോണിയ ലെയറിൽ. അപ്പോഴാണ് നമുക്ക് എന്ത് കൺഫേം ചെയ്യാൻ പറ്റുക? ആന്ത്രാക്യുനോൺ ഗ്ലൈക്കോസൈഡ്സിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യാൻ പറ്റുക. ഇതാണ് ടെസ്റ്റ് ഫോർ ആന്ത്രാക്യുനോൺ ഗ്ലൈക്കോസൈഡ്. അടുത്ത ടെസ്റ്റ് ഫോർ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ആണ് കെല്ലർ കിലാനി ടെസ്റ്റ്. കെല്ലർ കിലാനി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ml എക്സ്ട്രാക്റ്റും 10 ml 70% ആൽക്കഹോളും കൂടിയിട്ട് 2 മിനിറ്റ്സ് ബോയിൽ ചെയ്യുക. അതിനുശേഷം ആ ഒരു എക്സ്ട്രാക്റ്റിനെ ഫിൽട്ടർ ചെയ്യുക. ഫിൽട്രേറ്റിലോട്ട് 5 ml വാട്ടറും 0.5 ml സ്ട്രോങ് ലെഡ് അസറ്റേറ്റ് സൊല്യൂഷനും ആഡ് ചെയ്യുക. ഷെയ്ക്ക് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക. ആ ഒരു ഫിൽട്രേറ്റിലോട്ട് ഈക്വൽ എമൗണ്ട് ക്ലോറോഫോം ആഡ് ചെയ്ത് ഇവാപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാക്റ്റീവ് കിട്ടും. ആ ഒരു എക്സ്ട്രാക്റ്റീവിനെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡിൽ ഡിസോൾവ് ചെയ്ത് കൂൾ ചെയ്യുക. 2 ഡ്രോപ്സ് ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു സൊല്യൂഷനെ 2 ml കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബിലോട്ട് മാറ്റുക.
ആ രണ്ട് ജംഗ്ഷൻ്റെ ഇടയിലായിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക രണ്ട് സൊല്യൂഷൻ്റെയും ഇടയിലെ ജംഗ്ഷനിൽ റെഡിഷ് ബ്രൗൺ റിങ് അപ്പിയർ ചെയ്യും. അത് കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും ബ്ലൂയിഷ് ഗ്രീൻ കളറായിട്ട് മാറുന്നുണ്ട്. ഇതാണ് ടെസ്റ്റ് ഫോർ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്, അതായത് കെല്ലർ കിലാനി ടെസ്റ്റ്. വേറെ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സിൻ്റെ അതർ ടെസ്റ്റുകളാണ് ലീഗൽ ടെസ്റ്റ്, ബാൽജറ്റ് ടെസ്റ്റ്, ലിബർമാൻ റിയാക്ഷൻ. അടുത്ത ടെസ്റ്റ് ഫോർ സാപ്പോണിൻ ഓർ സാപ്പോണിൻ ഗ്ലൈക്കോസൈഡ്സ് ഫോം ടെസ്റ്റ് ആണ്. ഫോം ടെസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഡ്രഗ് എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ പൗഡറോ വാട്ടറോ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പദം ഫോം ചെയ്യുമല്ലോ, അതാണ് ഫോം. അപ്പോൾ ആ ഫോം എത്രത്തോളം പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുക, അതാണ് ഫോം ടെസ്റ്റ്. ടെസ്റ്റ് ഫോർ സാപ്പോണിൻ ഗ്ലൈക്കോസൈഡ്സ്. അടുത്ത ടെസ്റ്റ് ഫോർ സയാനോജെനറ്റിക് ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറഞ്ഞാൽ സോഡിയം പിക്രേറ്റ് ടെസ്റ്റ് ആണ്. സോഡിയം പിക്രേറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം പിക്രേറ്റ് പേപ്പർ നമ്മുടെ എക്സ്ട്രാക്റ്റിൽ എക്സ്പോസ് ചെയ്യുക, എന്നിട്ട് കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മെയിൻലി ബ്രിക്ക് റെഡ് കളറാണ് കാണിക്കുന്നത്, അത് ഹൈഡ്രജൻ സയനൈഡ് റിലീസ് ആയതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അടുത്ത ടെസ്റ്റ് ഫോർ ടാനിൻ ആൻഡ് ഫിനോളിക് കോമ്പൗണ്ട്സ് ആണ്. 3 ml അക്വസ് ഓർ ആൽക്കഹോളിക് എക്സ്ട്രാക്റ്റിലോട്ട് ഫ്യൂ ഡ്രോപ്സ് ഈച്ച് റിയേജൻ്റ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഫെറിക്ലോറൈഡ് 5% ഫെറിക്ലോറൈഡ് ആണെങ്കിൽ ഡീപ്പ് ബ്ലൂ ടു ബ്ലാക്ക് കളർ തരും. 10% ലെഡ് അസറ്റേറ്റ് ആണെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റും, ഡൈലൂട്ട് അയഡിൻ സൊല്യൂഷൻ ആണെങ്കിൽ ട്രാൻസ്ലൂസൻ റെഡ് കളറും നമുക്ക് തരും. അടുത്ത ടെസ്റ്റ് ഫോർ പ്രോട്ടീൻസ് ആണെങ്കിൽ മില്യൻസ് ടെസ്റ്റും ബൈയൂററ്റ് ടെസ്റ്റും ആണുള്ളത്. ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ മോളിഷ് ടെസ്റ്റ്, ബാർഫോർഡ്സ് ടെസ്റ്റ്, ഫെലിങ്സ് ടെസ്റ്റ്, അയഡിൻ ടെസ്റ്റ്, ബെനഡിക്സ് ടെസ്റ്റ്. ടെസ്റ്റ് ഫോർ അമിനോ ആസിഡ് ആണെങ്കിൽ നിൻഹൈഡ്രിൻ ടെസ്റ്റ്, അതായത് സ്മോൾ എമൗണ്ട് ആൽക്കഹോളിക് അല്ലെങ്കിൽ എക്വസ് എക്സ്ട്രാക്റ്റിനെ ഫ്യൂ ml വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. അതിൽ 3 ml എക്സ്ട്രാക്റ്റിലോട്ട് 3 ഡ്രോപ്സ് 5% നിൻഹൈഡ്രിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുക. എന്നിട്ട് വാട്ടർ ബാത്തിൽ വെച്ചിട്ട് 10 മിനിറ്റ്സ് ഹീറ്റ് ചെയ്യുക. ഒരു പർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂയിഷ് കളർ ഫോം ചെയ്യും. അടുത്ത ടെസ്റ്റ് ഫോർ ഫിക്സ്ഡ് ഓയിൽ ആൻഡ് ഫാറ്റ്സ് ആണ്. സ്മോൾ ക്വാണ്ടിറ്റി ആൽക്കഹോളിക് ഓർ എക്വസ് എക്സ്ട്രാക്റ്റിനെ ഫ്യൂ ml വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. അതിനുശേഷം ഫ്യൂ ഡ്രോപ്സ് 0.5 നോർമൽ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. അതുപോലെ ഒരു ഡ്രോപ്പ് ഫിനോഫ്തലിനും ആഡ് ചെയ്യുക. വാട്ടർ ബാത്തിൽ 1 to 2 hours ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സോപ്പ് അല്ലെങ്കിൽ പാർഷ്യൽ ന്യൂട്രലൈസേഷൻ ഓഫ് ആൽക്കലി അവിടെ സംഭവിക്കുന്നുണ്ട്. ടെസ്റ്റ് ഫോർ ഫൈറ്റോസ്റ്റിറോൾ എന്ന് പറഞ്ഞാൽ ലിബർമാൻ ബുച്ചാർഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് നമുക്ക് ക്വാളിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റിലുള്ളത്. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണുള്ളത്. മെയിൻലി ആസിഡ് വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ, അസറ്റൈൽ വാല്യൂ, എസ്റ്റർ വാല്യൂ. ഫസ്റ്റ് വൺ ആണ് ആസിഡ് വാല്യൂ. ആസിഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 gram സബ്സ്റ്റൻസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഫ്രീ ആസിഡ്സിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിക്വയർഡ് ആണ്. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിക്വയർഡ് ടു ന്യൂട്രലൈസ് ദ ഫ്രീ ആസിഡ് പ്രസൻറ്റ് ഇൻ 1 gram ഓഫ് സബ്സ്റ്റൻസ്, അതാണ് ആസിഡ് വാല്യൂ. സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 gram ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ റിസൾട്ടിങ് ഫ്രം ദ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ്, അതായത് 1 gram ഫാറ്റ് അല്ലെങ്കിൽ ഓയിലിനെ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫ്രീ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഫ്രീ ആസിഡ്സ് ആസ് വെൽ ആസ് ഫാറ്റി ആസിഡ്സിനൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിക്വയർഡ് ആണ്, അതാണ് സാപ്പോണിഫിക്കേഷൻ വാല്യൂ. അടുത്തത് അസറ്റൈൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 gram ഓഫ് അസറ്റൈലേറ്റഡ് സബ്സ്റ്റൻസസിൻ്റെ ഹൈഡ്രോളിസിസ് വഴി ജനറേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തിട്ടുള്ള അസറ്റിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര amount of KOH, number of milligrams of amount of KOH required to neutralize the acetic acid liberated by hydrolysis of 1 gram of acetylated substance. അടുത്ത എസ്റ്റർ വാല്യൂ ആണ്. എസ്റ്റർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 gram സബ്സ്റ്റൻസിൽ പ്രസൻ്റ് ആയിട്ടുള്ള എസ്റ്റേഴ്സിനെ സാപ്പോണിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് KOH റിക്വയർഡ് ആണ്, അതാണ് എസ്റ്റർ വാല്യൂ. നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് KOH റിക്വയർഡ് ടു സാപ്പോണിഫൈ എസ്റ്റർ ഇൻ 1 gram ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആസിഡ് വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ, അസറ്റൈൽ വാല്യൂ, എസ്റ്റർ വാല്യൂ ആണ് ക്വാണ്ടിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റിൽ വരുന്നത്. അടുത്തതാണ് കെമിക്കൽ എസ്സേ. കെമിക്കൽ എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോമൺ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് ടൈട്രിമെട്രിക് മെത്തേഡ്സ് ഉണ്ട്, ഗ്രാവിമെട്രിക് മെത്തേഡ്സ് ഉണ്ട്. ടൈട്രിമെട്രിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ആൽക്കലോയിഡ് കണ്ടെയ്നിങ് ഡ്രഗ്സ് എന്ന് ആൽക്കലോയിഡ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് ടൈട്രിമെട്രിക് മെത്തേഡ് യൂസ് ചെയ്യുക. എക്സാമ്പിളാണ് ക്വിനൈൻ ഫ്രം സിങ്കോണ, റിസർപൈൻ ഫ്രം റവോൾഫിയ, എട്രോപ്പിൻ ഫ്രം ബെല്ലഡോണ. വേറെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എസ്സേ നമുക്ക് ഡൈലൂട്ട് ഓയിലിൽ നിന്ന് അതുപോലെ കാരവേ ഓയിലിലൊക്കെ കാർബൺ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫൈറ്റോ കെമിക്കൽ സ്ക്രീനിങ്ങിൽ ഉള്ള സ്റ്റെപ്സും സ്റ്റേജസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം.
ഫസ്റ്റ് നമ്മളിതിൽ എക്സ്ട്രാക്ഷൻ നോക്കുന്നുണ്ട്. എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ് കോമൺലി എംപ്ലോയ്ഡ് ടെക്നിക്കാണ് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ, അതായത് ക്രൂഡ് ഡ്രഗ്സ് നിന്ന് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിനെ സെപ്പറേറ്റ് ചെയ്യുക ഡിഫറെൻറ്റ് സോൾവെൻസ് യൂസ് ചെയ്തിട്ട്. അതിനെ എംപ്ലോയ് ചെയ്യുന്ന ഒരു മോസ്റ്റ് കോമൺ എംപ്ലോയ്ഡ് ടെക്നിക്കാണ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സോൾവെൻ്റ് ആണ് ആൽക്കഹോൾ, പക്ഷെ അത് പല പ്രോബ്ലംസും കോസ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ treatment of plant or animal tissue with a solvent whereby medicinally active constituents are dissolved and most of inert matter remain undissolved. അപ്പോൾ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പ്ലാന്റിനെയോ അല്ലെങ്കിൽ ആനിമൽ ടിഷ്യൂവിനെയോ സോൾവെൻറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുക. ആ ഒരു സമയത്ത് മെഡിസിനലി ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസ് ഡിസോൾവ് ചെയ്തിട്ട് മോസ്റ്റ് ഓഫ് ഇനേർട്ട് മാറ്റേഴ്സ് എന്ത് ചെയ്യും? അൺഡിസോൾവ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർലി ഒതൻറ്റിക്കേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ എക്സ്ട്രാക്ഷൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഏത് പ്ലാന്റ് മെറ്റീരിയൽ, അതിൻ്റെ നേച്ചർ, പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഐസൊലേറ്റ് ചെയ്യേണ്ട കോമ്പണൻസിൻ്റെ ടൈപ്പ്, അതുപോലെ ഡ്രൈഡ് മെറ്റീരിയൽസ് ആർ ജനറലി പൗഡേർഡ് ബിഫോർ എക്സ്ട്രാക്ഷൻ. പിന്നെ ഫ്രഷ് പാർട്സ് നമ്മൾ ഹോമോജനൈസ് ചെയ്യുക അല്ലെങ്കിൽ മാസറേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എക്സ്ട്രാക്ഷൻ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എക്സ്ട്രാക്ഷൻ ആണ് നേച്ചർ ഓഫ് ഡ്രഗ്, സോൾവെൻറ്റ് യൂസ്ഡ്, pH ഓഫ് മീഡിയം, ടെമ്പറേച്ചർ, പാർട്ടിക്കിൾ സൈസ്. മെത്തേഡ് ഓഫ് എക്സ്ട്രാക്ഷനിൽ തന്നെ ഇൻഫ്യൂഷൻ ഉണ്ട്, ഡിക്കോക്ഷൻ ഉണ്ട്, മാസറേഷൻ, പെർക്കുലേഷൻ, കണ്ടിന്യൂസ് ഹോട്ട് എക്സ്ട്രാക്ഷൻ ആയി തന്നെ സോക്സ്ലെറ്റ് മെത്തേഡ് എന്നും പറയും. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ, മൈക്രോവേവ് അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ. അടുത്തത് ഇൻസ്ട്രുമെൻ്റൽ അനാലിസിസ് ആണ്. ഇൻസ്ട്രുമെൻ്റൽ അനാലിസിസിൽ ക്രൊമാറ്റോഗ്രഫി, സ്പെക്ട്രോസ്കോപ്പിയാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റേഷനറി ഫേസിൻ്റെയും മൊബൈൽ ഫേസിൻ്റെയും ഇടയിലുള്ള ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് മിക്സ്ചറിന്ന് ഇൻഡിവിജ്വൽ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രഫി. മെയിനായിട്ട് കോമ്പണൻസിൻ്റെ ഐഡൻറ്റിറ്റി, പ്യൂരിറ്റി, ക്വാളിറ്റി ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രൊമാറ്റോഗ്രഫി ചെയ്യുന്നത്. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പേപ്പർ ക്രൊമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി, ഹൈ പെർഫോമൻസ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി, കോളം ക്രൊമാറ്റോഗ്രഫി, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി. ഇപ്പോൾ ഫസ്റ്റ് വണ്ണാണ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ലിക്വിഡ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി എന്നും പറയും. ഇതൊരു അനലിറ്റിക്കൽ ടെക്നിക്കാണ്. കളേർഡ് ആൻഡ് കളർലെസ് മിക്സ്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യും. അതുപോലെ ഇവിടെ സോൾവെൻ്റ് എന്താണ് ഫ്ലോ ചെയ്യുന്നത്? ഒരു സ്പെഷ്യലി മെയ്ഡ് ഫിൽറ്റർ പേപ്പറിലൂടെയാണ്. ഇത് വാട്ട്മാൻ ഫിൽറ്റർ പേപ്പർ പോലെയുള്ള സ്പെഷ്യലി ഉണ്ടാക്കിയിട്ടുള്ള ഫിൽറ്റർ പേപ്പറിലൂടെ നമ്മുടെ സോൾവെൻ്റ് ഫ്ലോ ചെയ്യുന്നു. ഇതിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ക്രൊമാറ്റോഗ്രഫി, ഡിസെൻഡിങ് ക്രൊമാറ്റോഗ്രഫി, ഡിസെൻഡിങ് ക്രൊമാറ്റോഗ്രഫി, 2 ഡയമെൻഷണൽ ക്രൊമാറ്റോഗ്രഫി, റേഡിയൽ ഓർ സർക്കുലർ പേപ്പർ ക്രൊമാറ്റോഗ്രഫി. ആപ്ലിക്കേഷൻസ് ആണ് അമിനോ ആസിഡ്സിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടും ഇംപ്യൂരിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിൻ ലെയർ ഓഫ് അഡ്സോർബൻറ്റ് ഓൺ എ പ്ലേറ്റ്. ഒരു പ്ലേറ്റിൽ തിൻ ലെയർ ഓഫ് അഡ്സോർബൻറ്റ് ഉണ്ടാവും. അതിലൂടെയാണ് നമ്മുടെ കോമ്പണൻസിൻ്റെ ഒക്കെ സെപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സോൾവെൻറ്റ് ഫ്ലോ ചെയ്യുന്നത്. ഇത് അമിനോ ആസിഡ്സിൻ്റെയും വൈറ്റമിൻസിൻ്റെയും സെപ്പറേഷനും ബയോളജിക്കൽ സാമ്പിൾസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സ് ഒക്കെ സോയിലിലും വാട്ടറിൻ്റെ ഒക്കെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. അടുത്തതാണ് HPTLC, ഹൈ പെർഫോമൻസ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. ഇതൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ഓട്ടോമേറ്റഡ് ഫോമാണ് TLCൻ്റെ. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആപ്ലിക്കേഷൻസും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്ലിക്കേഷൻസും ഉണ്ട്. അതുപോലെ ഹെർബൽ എക്സ്ട്രാക്ട്സിൻ്റെ സ്റ്റാൻഡർഡൈസേഷനും ഫോർമുലേഷൻസിലൊക്കെ യൂസ് ചെയ്യും. ഓർഗാനോ ഫോസ്ഫറസ് ഇൻസെക്ടിസൈഡ് പോയ്സണിങ്ങും അതുപോലെ സെറം ടെസ്റ്റ് വഴി അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കോളം ക്രൊമാറ്റോഗ്രഫി. കോളം ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളം അതിൽ സ്റ്റേഷനറി ഫേസ് ഉണ്ടാവും, അതിലൂടെ മൊബൈൽ ഫേസ് കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്യും. അങ്ങനെയാണ് അവിടെ സെപ്പറേഷൻ നടക്കുന്നത്. അതിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അഡ്സോർപ്ഷൻ കോളം ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, പാർട്ടീഷൻ കോളം ക്രൊമാറ്റോഗ്രഫി ഉണ്ട്. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ആൽക്കലോയിഡ്സ്, ആന്ത്രാക്വിനോൺ, ഹോർമോൺ, വൈറ്റമിൻസിൻ്റെ ഒക്കെ ഐസൊലേഷനും പ്യൂരിഫിക്കേഷനും അതുപോലെ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. അടുത്തതാണ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, HPLC. ഹൈ പ്രഷർ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി എന്നും പറയുന്നുണ്ട്. ഇവിടെ ഹൈ പ്രഷറിൽ ഒരു മോഡിഫൈഡ് കോളത്തിലൂടെ നമ്മൾ മൊബൈൽ ഫേസിനെ പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് കോമ്പണൻസിൻ്റെ സെപ്പറേഷൻ നടക്കുന്നത്.
മൊബൈൽ ഫേസിന് നമ്മൾ ഹൈ പ്രഷറിലാണ് ഇതിലൂടെ ഡെലിവറി ചെയ്തത്. അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ്, എർഗോട്ട് ആൽക്കലോയിഡ്സ്, മോർഫിൻ, വൈറ്റമിൻസിൻ്റെ ഒക്കെ ഇവാലുവേഷനിലും ആഗ്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഹെർബിസൈഡ്സിൻ്റെ സെപ്പറേഷനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം ഹെഡിൽ സാമ്പിളിനെ വേപ്പറൈസ് ചെയ്യും. അതിനുശേഷം ഒരു ഇനേർട്ട് ഗേഷ്യസ് മൊബൈൽ ഫേസിൻ്റെ ഫ്ലോയിലോട് കൂടി എലൂട്ട് ചെയ്യുന്നുണ്ട്. അപ്ലിക്കേഷൻസ് ആണ് ഫോറിൻ ഓയിൽസിൻ്റെ, ഫിക്സ്ഡ് ഓയിൽസിൻ്റെ അനാലിസിസ്, പെസ്റ്റിസൈഡ് ട്രേസസ് ഇൻ ക്രോപ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് സ്പെക്ട്രോസ്കോപ്പി. ക്രൊമാറ്റോഗ്രഫി നമ്മൾ നോക്കി. അടുത്തതാണ് സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം അല്ലെങ്കിൽ അയൺ ഒരു എനർജി സ്റ്റേറ്റിൽ നിന്ന് വേറൊരു എനർജി സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റും ഇൻ്റർപ്രിട്ടേഷനും അതിനെയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുക. ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് വെൻ മോളിക്യൂൾ, ആറ്റംസ് ഓർ അയൺ മൂവ് ഫ്രം വൺ എനർജി സ്റ്റേറ്റ് ടു അനദർ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഫോട്ടോൺസ് എന്ന് പറയും. യു വി ആൻഡ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. അതിൽ മെയിൻലി യു വി ലൈറ്റും വിസിബിൾ ലൈറ്റും ആണ് ഇൻവോൾവ് ചെയ്യുക. ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടുള്ള എർഗോട്ട് ആൽക്കലോയിഡ്, കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ്, മോർഫിനൊക്കെ അനലൈസ് ചെയ്യും. ഇൻസ്ട്രുമെൻ്റ് ആണ് യു വി വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ. ലൈറ്റ് ഇൻറ്റൻസിറ്റി ബിഫോർ ആൻഡ് ആഫ്റ്റർ പാസിംഗ് ത്രൂ എ സാമ്പിളിനെ മെഷർ ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും പ്യൂരിറ്റി ഡിറ്റർമിനേഷൻ, കോമ്പൗണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, സ്ട്രക്ചറൽ എലൂസിഡേഷനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് IR സ്പെക്ട്രോസ്കോപ്പി. അതിന് നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്നും പറയുന്നുണ്ട്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് സ്ട്രക്ചറൽ എലൂസിഡേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് മാസ് സ്പെക്ട്രോസ്കോപ്പി പറഞ്ഞാൽ മോളിക്കുലർ മാസ് ഡിറ്റർമിനേഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ട്രക്ചറൽ എലൂസിഡേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ, മോളിക്കുലർ ഫോർമുല ഡിറ്റർമിൻ ചെയ്യാൻ, സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. അടുത്ത ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ NMR സ്പെക്ട്രോസ്കോപ്പി. റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻ ബൈ സ്പിന്നിങ് ന്യൂക്ലിയർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ അബ്സോർപ്ഷനെ ബേസ് ചെയ്തിട്ടാണ്. സ്ട്രക്ചറൽ എലൂസിഡേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കോൺഫിഗറേഷനെ ഡിറ്റർമിൻ ചെയ്യാനും സ്റ്റീരിയോ കെമിസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ നോക്കിയത്? ഇവാലുവേഷനിലെ മൂന്നാമത്തെ, നമ്മൾ ഓൾറെഡി 2 കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കെമിക്കൽ ഇവാലുവേഷനാണ് നോക്കിയത്. അതിൽ മെയിൻലി ക്വാളിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റ്, ക്വാണ്ടിറ്റേറ്റീവ് കെമിക്കൽ ടെസ്റ്റ്, കെമിക്കൽ എസ്സേ, അതുപോലെ ഇൻസ്ട്രുമെൻ്റൽ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലത്തെ BPharm മലയാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വേണ്ടവരൊന്ന് പോയി ചെക്ക് ചെയ്യുക. അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ വീഡിയോസിനും സെയിം നോട്ട്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ഇവാലുവേഷൻസ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. Until then, happy learning.